ആക്ച്വലി ഞാൻ ഒന്ന് കാലൊക്കെ ഓടിച്ചിരിക്കുന്ന സമയത്താണ് സ്ക്രിപ്റ്റുമായിട്ട് വിജേഷ് വരുന്നത്, സുധീഷേട്ടനുമായിട്ട്. കുറേ സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒറ്റ ഇരിപ്പിന് തന്നെ എനിക്ക് വായിച്ചു തീർക്കാൻ പറ്റിയ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സബ്ജക്റ്റ് വന്നത് ഇതായിരുന്നു. ഞങ്ങൾ കുറേ സാധനങ്ങൾ നോക്കിയതിൽ അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ എൻ്റർ ആവുകയും ആക്ച്വലി നവംബറിൽ കണ്ടു, ജനുവരിയിൽ ഓണായി, ഡിസംബറിൽ തന്നെ ഓണായി. അതെ, അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് സംഭവിച്ചത്. പിന്നെ ഇത് ഒരു എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ രോമാഞ്ചം അങ്ങനത്തെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. യൂത്ത് വൈബ് പടമാണ്, വളരെ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ ഡയറക്ടറായാലും ആക്ടേഴ്സ് ആയാലും ക്യാമറ ആയാലും ടെക്നീഷ്യൻസ് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ടോട്ടലി നല്ലൊരു ഔട്ട്പുട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ കോൺഫിഡൻ്റ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സാധനങ്ങളെല്ലാം ത്രൂ ഔട്ട് നമ്മളും ഇനിയും ഇതേപോലെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ആക്ടേഴ്സിലേക്ക് കൊടുക്കാം. നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയുന്നു ഇവിടെ നമുക്ക് വേണ്ടി എത്തിച്ചേർന്നതിൽ. പറയുന്ന പോലെ തന്നെ എനിക്ക് ഇവർ വന്ന സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ഒരു പ്രത്യേകതയുള്ളൊരു സബ്ജക്റ്റായിട്ട് തോന്നി. പ്രകമ്പനം ശ്രീഹരിയും വിജേഷും കൂടെ ആയിരുന്നു ഈ പടം എഴുതിയത്. വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഈ പടം. അതുപോലെ തന്നെ ഷൂട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ ആണെങ്കിൽ പോലും ശ്രീധരനായാലും സുധീഷിൻ്റെ മീശമാധവൻ പോലൊരു സൂപ്പർ ഹിറ്റ് പടങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മളെ പോലൊരു ചെറിയ യൂത്ത് ആൾക്കാരോട് വന്നിട്ട് ഒരു പടം ചെയ്യുകയാണ്. പക്ഷെ എന്നാൽ പോലും പുള്ളി എപ്പോഴും നമ്മുടെ അടുത്ത് വന്നത് വളരെ പ്രസൻറ്റായിട്ട് എനർജിയോടെ നമ്മളിവിടെ ഒരു മുഖത്തൊരു പ്രശ്നം ഒന്നും ഒരു കാണിക്കാതെ നമ്മളോട് ഹാപ്പി ആയിട്ടാണ് ഈ ഷൂട്ട് പൂർത്തിയാക്കിയത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ സ്റ്റോൺ ബെഞ്ച് പ്രൊഡക്ഷൻ, കാർത്തികേയൻ, നവരസ. അപ്പോൾ ആദ്യം പ്രൊഡ്യൂസറോടും നന്ദി പറഞ്ഞുകൊണ്ട് ഡയറക്ടറോടും റൈറ്ററോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ 30-ാം തീയതി വരെയാണ് തിയേറ്റേഴ്സിൽ. ഇപ്പോൾ വന്ന എല്ലാ എന്താ പറയണ്ടേ, ഇതിൻ്റെ ട്രെയിലറായാലും പാട്ടായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയും സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം 30-ാം തീയതി എല്ലാവർക്കും തിയേറ്ററിൽ കാണാം. താങ്ക് യു. ഹായ്, ഭയങ്കര സന്തോഷം എല്ലാവരും കൂടെ എത്തിച്ചേരുന്നത് തന്നെ. ഈ പടത്തെ പറ്റി ആധികാരികമായിട്ട് എല്ലാവരും സംസാരിച്ചു. എൻ്റെ പ്രൊഡ്യൂസർ ശ്രീധേട്ടനാണെങ്കിലും സുധീഷേട്ടനാണെങ്കിലും വിജേഷേട്ടനാണെങ്കിലും ഒക്കെ സംസാരിച്ചതിന് കൂടുതൽ ഇതിനെപ്പറ്റി എന്ത് പറയുന്നതിന് ഞാൻ അർത്ഥമില്ല. അത് നിങ്ങൾ തന്നെ കണ്ട് അത് വിലയിരുത്തണം. പക്ഷെ നമ്മുടെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. അതിനെക്കാട്ടും വലിയ പ്രതീക്ഷ ഓഡിയൻസിന് കിട്ടുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. പടത്തിൻ്റെ ട്രെയിലറാണെങ്കിലും ടീസറാണെങ്കിലും ഇറങ്ങിയ സോങ് ആണെങ്കിലും എല്ലായിടത്തും എത്തുമ്പോൾ വലിയൊരു ചർച്ച സിനിമയ്ക്ക് ഉള്ളിലുണ്ട്. ഈ പടം നന്നായി വന്നിട്ടുണ്ടെന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ ഇടയിലുണ്ട്. ആ ഒരു ചർച്ച 30-ാം തീയതി ഇറങ്ങുമ്പോൾ എല്ലാ ഓഡിയൻസിനും അത് കണക്ട് ആവട്ടെ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന വലിയൊരു സിനിമയായി മാറട്ടെ. നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുന്നുള്ള ധൈര്യത്തിൽ നമ്മൾ 30-ാം തീയതി പിടയ്ക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഹായ്, ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ടെൻഷനും ഉണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഇതുപോലൊരു വലിയ പടത്തിൽ ഇത് എനിക്കൊരു മെയിൻ റോളാണ് എനിക്ക് വിജയ് തന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഞാനും സുബ്രഹ്മണ്യനും ഒക്കെ വീഡിയോസ് ചെയ്ത് എങ്ങനെയും സിനിമയിൽ എത്തണം എന്നും പറഞ്ഞു വന്നതാണ്. ഇപ്പോൾ പുറത്തുള്ളവർക്കൊരു ചിന്തയുണ്ട്, ഈ വീഡിയോസ് ചെയ്യുന്നവന്മാരെ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സിനിമയിലോട്ട് എടുത്തിടുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ്. പണ്ടെങ്ങനെയാണോ ഈ മിമിക്രിയൊക്കെ ചെയ്ത ആൾക്കാർ വന്നത്, അതുപോലെയാണ് ഇപ്പം ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സിനിമയിലെത്തുന്നത്. അപ്പം അത് ഈ ഒരു സിനിമ കൊണ്ട് മാറും. കാരണം ഒരിക്കലും റീച്ചിന് വേണ്ടിയിട്ടല്ല കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള എന്നെയും സുബ്രഹ്മണ്യനെയൊക്കെ ഈ പടത്തിൽ പിടിച്ചിട്ടിരിക്കുന്നത്. കാരണം വലിയ റോളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതെന്തായാലും ഈ പടം കൊണ്ട് അത് മാറും. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് സപ്പോർട്ടും ഇംപ്രവൈസേഷനും ഇവരെല്ലാവരുമായിട്ട് നമുക്ക് ചെയ്യാനും പറ്റി. അപ്പോൾ ഈ പടം വലിയൊരു വിജയമാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ കണ്ടൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റ് ഏതാണ് എന്നുള്ളൊരു ചെറിയൊരു ബോധ്യമുണ്ട്. കാരണം എല്ലാ ആഴ്ച നമ്മൾ കണ്ടൻറ്റുകൾ ഇറക്കുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നല്ല ഉറപ്പുണ്ട്. ഹായ്, ഇതൊക്കെ എനിക്ക് പറയുള്ളൂ. ജനുവരി 30-ന് റിലീസാവാനായി ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ നിങ്ങളെല്ലാവരും കണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ഫിലിമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരാണ്. ഇവർ 3 പേരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം.
പിന്നെ ഇപ്പം എന്തെങ്കിലും ഞാൻ മാത്രമല്ല, ഇതിലിനി 2-3 ക്യാരക്ടേഴ്സും കൂടി ഉണ്ട്, ഗായത്രി, അനഘ, കുറച്ച് പേരും കൂടി ഉണ്ട്. സന്തോഷമുണ്ട്. ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനായിരുന്നു പ്രകമനത്തിൻ്റെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് തിയേറ്ററിൽ വരുമ്പോൾ കാണാൻ പറ്റും. ഇനി ഞാനായിട്ട് ഇത് അടിപൊളി എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും 30-ാം തീയതി വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല റിവ്യൂ തരണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. നമസ്കാരം. ആദ്യം തന്നെ ഞാൻ ഡയറക്ടറിനോടും പ്രൊഡ്യൂസറിനോടും ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. കാരണം ചെറിയൊരു മൊബൈൽ സ്ക്രീനിൽ കൊള്ളുന്ന രീതിയിലൊരു വീഡിയോ ചെയ്ത് നിൽക്കുന്ന എന്നെയും അമീനെയും സനീഷിനെയും പോലെയുള്ള വ്യക്തികളെയൊക്കെ ഇതുപോലുള്ള വലിയ കഥാപാത്രങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അവർ കാണിച്ചൊരു മനസ്സ്, അതിനാണ് ഞാൻ ആദ്യം നന്ദി പറഞ്ഞത്. കാരണം പലർക്കും ഇങ്ങനൊരു ഡൗട്ടുണ്ട്, ഇതുപോലെ റീൽസൊക്കെ ചെയ്യുന്നത്. നമ്മൾ ആ റീൽസിൻ്റെ മീറ്റർ ആയാലും ഇപ്പോൾ സ്റ്റേജ് ഷോയിൽ കാണിക്കുന്ന മീറ്റർ ആണെങ്കിലും സിനിമയിലുള്ള മീറ്റർ ആണെങ്കിലും എല്ലാം പലതാണ് ആക്ടിങ്ങിൻ്റെ. അപ്പം റീൽസിൽ നമ്മൾ കുറച്ച് സ്പീഡായിട്ടായിരിക്കും സംസാരിക്കുന്നത്, അതായിരിക്കത്തില്ല സിനിമയിൽ വേണ്ടത്. പക്ഷേ നമുക്ക് നമ്മുടെ കപ്പാസിറ്റി മനസ്സിലാക്കി ഇപ്പോൾ ഒരു നല്ല ഡയറക്ടറാണെന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിച്ചെടുക്കാം, അപ്പോൾ ഓക്കെ ആണെങ്കിൽ ചെയ്യിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളെ സിനിമയിൽ വിളിച്ച് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച് നല്ലൊരു കഥാപാത്രം തന്ന് നമ്മളത് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഡബ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു ആദ്യത്തെ ചവിട്ടുപടിയാണ്, വിജയം എന്നതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയായിട്ട് ഞാൻ കാണുന്നു. ഈ പടം 100% വിജയിക്കും. ഇതിപ്പോൾ നമ്മൾ അഭിനയിച്ചത് കൊണ്ടും നമ്മൾ പ്രവർത്തിച്ച ഒരു സിനിമ ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. നമ്മളിപ്പോൾ ഒരുപാട് ഞാൻ ഒരുവിധമുള്ള എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാ സിനിമയും വ്യക്തിപരമായിട്ട് കണ്ട് എൻ്റേതായ രീതിയിലുള്ളൊരു അഭിപ്രായം ഞാൻ പറയാറുമുണ്ട്. അപ്പോൾ ഈ സിനിമ എനിക്ക് 100% ഉറപ്പാണ് വിജയിക്കും എന്നുള്ളത്. നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് പുതുമുഖങ്ങളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്കും മുൻനിരയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. താങ്ക് യു സോ മച്ച്. ഹായ്, നമസ്കാരം. ഞാനും ഇതുപോലെ ഫ്ലവേഴ്സ് പോലുള്ള ചാനൽ ഷോസിലൂടെ മിമിക്രിയൊക്കെ ചെയ്തിട്ടാണ്, ഇതുപോലെ നാടകങ്ങളൊക്കെ ചെയ്താണ് കലാപ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പിന്നെ ഒരു 4 സിനിമ ചെയ്തതിന് ശേഷമാണ് പല്ലി എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയത്. അതിലൂടെയാണ് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദുചേട്ടൻ വിളിച്ചിട്ട്, എടാ വിജേഷ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ വിളിക്കും, ഒന്ന് സംസാരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതിനുശേഷം വിജേഷ് ചേട്ടൻ വിളിച്ചു, കൊച്ചിയിലേക്ക് വരാൻ പറഞ്ഞു. കൊച്ചിയിൽ വന്ന് കഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു വേറെ ആരോ ചെയ്യാൻ വെച്ചൊരു കഥയാണെന്ന് ചോദിച്ചൊരു ക്യാരക്ടർ പറഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ വിജേഷ് ചേട്ടനോട് ചോദിച്ചു ഇതാരാ ചെയ്യുന്നത്? പിന്നോടൊന്നും നീയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു ധൈര്യമില്ല. കാരണം നമ്മൾ റീലൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് നമ്മൾ പോയിന്റ് ഓഫ് വ്യൂ നമ്മളെ ഓൺ കണ്ടന്റാണ്. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് പുള്ളിയുടെ വലിയൊരു സ്ക്രിപ്റ്റാണ്, വലിയൊരു ക്യാരക്ടറാണ്. എത്രമാത്രം ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എല്ലാവരും ജനുവരി 30-ന് തിയേറ്ററിൽ ചെന്ന് കണ്ട് വിലയിരുത്തുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഇത്രമാത്രം പറയാനുള്ളൂ. താങ്ക് യു. ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഈ സമയം വരെ നമ്മുടെ കൂടെ പ്രവർത്തിച്ച ഒരുപാട് നല്ല വ്യക്തികളുണ്ട്. നമ്മുടെ ടീമിൽ തന്നെ പേരെടുത്ത് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ പോലും എനിക്കിവിടെ പേരെടുത്ത് പറയേണ്ട കുറച്ച് പേരുണ്ട്. അശ്വിൻ, വല്ലഭൻ, അതുപോലെ തന്നെ നമ്മുടെ നന്ദുവേട്ടൻ, അതുപോലെ ശശിയേട്ടൻ, കമലാശേട്ടൻ. ഒരു നല്ലൊരു ടീം വർക്കായിരുന്നു ഈ സിനിമ. ശരിക്കും ഈ പടം വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ഭാഗം എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട്. കാരണം അത്രയും നല്ല ടീം വർക്ക് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പടം നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പം എന്തായാലും എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അല്ലേ, ഒരു 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ഇതിൻ്റെ റൈറ്റർ ശ്രീഹരിനെ. ആളെപ്പോഴും ഒന്ന് ഒതുങ്ങി സൈലൻ്റ് ആയിട്ടിരിക്കും. വളരെ നല്ലൊരു ഫ്യൂച്ചറുള്ള റൈറ്ററാണ് ശ്രീഹരി. ഈ പടത്തോടെ അത് എല്ലാവർക്കും ബോധ്യമാവട്ടെ ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ശ്രീഹരി, പ്രകമനത്തിൻ്റെ റൈറ്ററാണ്. ആദ്യത്തെ വർക്കാണ്. അപ്പോൾ വിജയ് ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ വേറൊരു പ്രോജക്റ്റിലാണ് ആദ്യം കൊളാബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് നീണ്ടുപോയി. അപ്പോൾ വിജയ് ചേട്ടൻ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്താലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെയാണ് പ്രകമ്പനം തുടങ്ങിയത്. എടുത്തു വന്നപ്പോഴേക്ക് ഭയങ്കര രസമുള്ള ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളെല്ലാവരും തിയേറ്ററിൽ കണ്ടിട്ട് പറയാം, എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ഉറപ്പുണ്ട്. താങ്ക്സ്. അതേപോലെ എനിക്ക് ഒരു കാര്യം കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കാനുണ്ട്. നമ്മുടെ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ നമ്മളെ വിട്ടുപോയൊരു വലിയ കലാകാരൻ, എല്ലാവർക്കും അറിയാം, നമ്മുടെ കലാഭവൻ നവാസ്കയുടെ അവസാനത്തെ ഡേ ഓഫ് സീൻ നമ്മൾ ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്തത്.
വളരെ നന്നായിട്ട് വന്നൊരു സീൻ. ലാസ്റ്റ് ഡേയിൽ അത് ഷൂട്ട് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ പിരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അന്ന് രാത്രി നമ്മൾ ഈ സംഭവം അറിയുന്നത്. അതൊരു വലിയൊരു ദുഃഖം നമ്മുടെ മനസ്സിൽ നിന്ന് മൊത്തം കിടപ്പുണ്ട് ഈ സിനിമയിൽ. പക്ഷെ എനിക്ക് ഈ സിനിമ ഇറങ്ങുന്നതോടെ അതിലൊരു എന്താ പറയണ്ടേ, ഒരു ചെറിയ സന്തോഷം നമുക്ക് ഈ സിനിമയുടെ. കാരണം നല്ല രീതിയിൽ എൻ്റെ ഫാദറിൻ്റെ കഥാപാത്രമാണ് നമസ്കാർ ചെയ്തത്. വളരെ ഗംഭീരമായിട്ട് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് എല്ലാവർക്കും കാണാൻ പറ്റും നമുക്ക് തിയേറ്ററിൽ. താങ്ക് യു. റിജോഷ്. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എൻ്റെ പേര് റിജോഷ്. ഞങ്ങൾ നവരസയുടെ US പാർട്ട്നേഴ്സാണ്. എൻ്റെ കൂടെ ദിലോർ മോൺസി എന്നൊരു 2 പേരും കൂടി ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ മെയ് വന്നപ്പോഴാണ് ശ്രീജിത്തിൻ്റെ വീട്ടിൽ വെച്ച് ഈ കഥ വിഘ്നേഷും പറഞ്ഞത്. ഞങ്ങൾ ജെറ്റ് ലാഗായിട്ടും ഫുൾ അവിടുത്തെ ഉറക്കം പിടിച്ചിരിക്കുന്ന സമയമായിട്ടും ഈ കഥ ഫുൾ ഒറ്റ സ്ട്രെച്ച് കേൾക്കുകയും നല്ല സസ്പെൻസ് ആയിട്ട് അതിൻ്റെ ഫീലും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റിലേക്ക് ഇൻവോൾവ് ആവുന്നത്. ഇനിയിപ്പോൾ നവരസ USൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രൊജക്ട്സ് ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹങ്ങളും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അഭിജിത്ത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, ആക്ടറുമാണ്. ഹായ് ടീം. അതിൽ തന്നെ എനിക്ക് വിജേഷിനോട് നന്ദി പറയണം. കാരണം ഞാൻ മെയിൻലി ആക്ടിങ് ഫീൽഡിലാണ് നോക്കിയത്. പക്ഷേ ശ്രീധരൻ്റെ കൂടെ പ്രൊഡക്ഷനിൽ കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലും വർക്ക് ചെയ്യാൻ പറ്റി. ഇതിൽ നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡ് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത നന്ദുചേട്ടൻ ഉണ്ടായിരുന്നു. നന്ദുചേട്ടനാണ് ഇപ്പോൾ ഉള്ളതിൽ ഒരു സീനിയർ പ്രൊഡക്ഷൻ കൺട്രോളാണ്. അതേപോലെ സെറ്റിൽ ഫുൾ ടൈം എൻ്റെ കൂടെ ശശിചേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ അശ്വിനും വല്ലഭനും എല്ലാം ത്രൂ ഔട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ആക്ടേഴ്സ് അല്ലാതെ തന്നെ ഈ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര സീനിയറായിട്ടും ഫുൾ ഫ്ലെജിൽ നമ്മളോട് കട്ടയ്ക്ക് നിന്ന ടെക്നീഷ്യൻസ് ആണ്. അപ്പോൾ അവർക്കെല്ലാം എനിക്ക് ഫസ്റ്റ് ഒരു താങ്ക്സ് വേണം. കാരണം എൻ്റെ വർക്കുകൾ കുറച്ച് തന്നതും നമ്മളെ സ്ട്രെസ്സും ടെൻഷനും കുറച്ച് തന്ന അങ്ങനത്തെ സീനിയർ ആക്ടേഴ്സ് ഉള്ളതാണ്. പ്രത്യേകിച്ച് ആൽബിച്ചേട്ടനാണ് ഇതിൻ്റെ DOP. പിന്നെ സുഭാഷ് ചേട്ടനാണ് പ്രൊഡക്ഷൻ. പിന്നെ അതേപോലെ സൂര്യചേട്ടൻ എഡിറ്റർ. സൂര്യചേട്ടൻ്റെതായ ഒരു കാര്യങ്ങൾ ഇത് ചെയ്യുന്ന ആൽബിച്ചേട്ടൻ അതേപോലെ തന്നെയാണ്. പിന്നെ ബാക്കി അതേപോലെ വർക്ക് ചെയ്ത എല്ലാ ടീം മെമ്പേഴ്സിനോടും എനിക്ക് ഈ ഒരു അവസ്ഥയിൽ താങ്ക്സ് പറയണം. കാരണം എല്ലാവരും അത്ര നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടാണ്. ഈ ഒരു കുഞ്ഞു ഫിലിം ഒരു വലിയ ഫിലിമാക്കി തരണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് അപേക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ചേട്ടൻ നമ്മുടെ സീനിയർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളറാണ്. എക്സ്പീരിയൻസ്. നമസ്കാരം. പ്രകമ്പനം ഒരു പ്രകമ്പനമായിരിക്കും. കാരണം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന മറ്റു പടങ്ങളുടെ ലൊക്കേഷനിലൊക്കെ പ്രകമ്പനം ചർച്ചാ വിഷയമാണ്. അതിൻ്റെ ട്രെയിലറും മറ്റു പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള എന്തോ ഒരു സംഭവം ഇതിലുണ്ട് എന്നുള്ളൊരു പബ്ലിക് ടോക്കുണ്ട് സിനിമയിൽ. അപ്പോൾ എന്തുകൊണ്ട് പ്രകമ്പനം ഒരു ഹിറ്റായിരിക്കും സംശയിക്കേണ്ട. പ്രകമ്പനത്തിൽ വരുന്ന പുതിയ താരങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കും. എല്ലാവരും ശ്രദ്ധിച്ച് വലുതായി കഴിയുമ്പോൾ അടുത്ത പടം വരുമ്പോൾ ബഡ്ജറ്റ് കൂട്ടരുത്. അതൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു പ്ലസ് പോയിൻ്റാണ് ഈ പടം. കാരണം പൊതുവെ ടോക്കുണ്ട്, എല്ലാ സെറ്റിലും ടോക്കുണ്ട്. ഞാനിപ്പോൾ 3 പടങ്ങളുടെ സെറ്റിലുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഈ പ്രകമ്പനം ഇറങ്ങാനായാലും അത് ഭയങ്കര കൊള്ളാലോ. അതിൻ്റെ ടീസേഴ്സ് കണ്ടല്ലോ, അതിൻ്റെ ട്രെയിലർ നന്നായിട്ടല്ലോ. അപ്പോൾ ആ പാട്ടുകളുടെ ക്ലിപ്പിങ്ങൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടും പ്രകമ്പനം. മറ്റേ സുധീഷ് ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സുധീഷ് കൈ കൊടുത്തോ ഗംഭീരമാണെന്ന്. സുധീഷ് ഞാനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. സുധീഷ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പടം കൊള്ളാം, മുന്നോട്ട് പോകോളാം. എന്തുകൊണ്ടും പ്രകമ്പനം ഒരു ഭൂകമ്പമാകട്ടെ, അടിച്ചു പൊളിക്കട്ടെ. ഇതിൽ പറയാത്ത വിപിൻ അശോകാണ് മ്യൂസിക് ഡയറക്ടർ. ഓൾറെഡി നിങ്ങളത് പാട്ട് കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റുമായിരിക്കും. ജസ്റ്റ് വളരെ മനോഹരമായ പാട്ടുകളാണ് 5 പാട്ടും. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എഡിറ്റർ സൂരജിന് പ്രത്യേകം ഒരു അഭിനന്ദനം. നമ്മുടെ ടീം പ്രകമ്പനത്തിൻ്റെ പേരിൽ സ്റ്റേറ്റ് അവാർഡ് ഈ വർഷത്തെ പുള്ളിക്ക് കിഷ്കിൻ്റെ കാലത്തിന് കിട്ടിയിരിക്കണേ. ക്യാമറമാൻ RP, അങ്ങനെ എല്ലാ ടെക്നീഷ്യന്മാരും, സൗണ്ട് PC രാജകൃഷ്ണനൊക്കെ ഞാൻ നമ്മുടെ സപ്ലൈ സ്റ്റുഡിയോ DI എല്ലാവരെയും നമ്മൾ നന്ദി നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും തുടർന്നും വേണം. എല്ലാവരും 30-ാം തീയതി പടം കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ പറഞ്ഞു എന്താ പറയും. സിംഗേഴ്സോ അവരെയൊക്കെ പാട്ടൊക്കെ കേട്ട് ഓൾറെഡി ഇവര് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ആരെങ്കിലും കുറച്ചുപേര് വിട്ടുപോയിട്ടുണ്ട്, എന്നാലും പറയാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ള ശങ്കർ ശർമ്മയാണ്. അതെ. പിന്നെ ഇതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ വിപിൻ അശോക്, പിന്നെ നമ്മുടെ ഇതിൻ്റെ DOP ആൽബിൻ, പിന്നെ അതുപോലെ തന്നെ എഡിറ്റർ സൂര്യചേട്ടൻ, പിന്നെ കോസ്റ്റ്യൂം സുജിത്ത് മട്ടന്നൂർ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ആർട്ട് ഡയറക്ടർ
സുഭാഷ് കരം. അങ്ങനെ ഒരു നല്ല ടീം വർക്ക് തന്നെയായിരുന്നു. എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാക്കാണ് ഈ ഒരു അല്ലേ. ബാക്കിയുള്ള ആക്ടേഴ്സ് എന്ന് വെച്ചെങ്കിൽ ഇതിൽ മെയിനായിട്ട് വന്നിട്ടുള്ളത് ആസീസ് നെടുമങ്ങാട്, മല്ലിക സുകുമാരൻ, കുഞ്ഞികൃഷ്ണ മാസ്റ്റർ, രാജേഷ് മാധവൻ, പിന്നെ ഈ ഇരിക്കുന്ന പ്രശാന്ത് അലക്സാണ്ടർ. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് പറയുന്നത്. അപ്പോൾ ആർക്കും വിഷമം വരണ്ട, പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും ഈ വൈകിയ വേളയിൽ നമ്മളിങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള മറുപടി തരാനാണ് ഇവിടെ എല്ലാവരും ഇരുന്നിട്ടുള്ളത്. ഓക്കെ. എനിക്കൊരു പക്ഷേ ഒരു വ്യത്യസ്തത തോന്നിയത് വിജീഷ് നന്ദുച്ചേട്ടൻ സംസാരിച്ചതാണ്. ഒരു എല്ലാ പടങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഇപ്പൊ എത്ര പടങ്ങളായെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ, ഗിന്നസ് ബുക്കിൽ കയറാറായെന്ന് തോന്നുന്നു. പക്ഷെ നന്ദുച്ചേട്ടൻ ഇങ്ങനെ ഒതുങ്ങി മാറി നിൽക്കും, പുറത്തേക്ക് അങ്ങനെ ഒരു ഇതൊന്നും കാണിക്കാറില്ല. അതുപോലെ ശശിചേട്ടനും അങ്ങനെയാണ് ബ്രദർ. പക്ഷെ നന്ദുച്ചേട്ടൻ ഒരു കോൺഫിഡൻസോട് കൂടി ഇത്രയും പടങ്ങൾ ചെയ്യുന്ന ഒരാള് മുമ്പിൽ വന്ന് നിന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. താങ്ക് യു നന്ദുചേട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങളുടെ ഊഴമാണ്. നമ്മുടെ പ്രകമ്പനത്തെ പറ്റി എല്ലാം അറിഞ്ഞു എങ്കിലും ചെറിയ ചെറിയ സംശയങ്ങൾ അല്ലെങ്കിൽ ഈ ആക്ടേഴ്സിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. നിങ്ങൾക്ക് ചോദിക്കാം. മൈക്ക് ആവശ്യമുള്ളവർ കൈവെക്കാം. നമ്മുടെ സ്ഥിരം ചോദ്യകർത്താക്കളൊന്നും ഇല്ല ഇവിടെ. നിവിൻ വന്നോ? ഓ, എടുക്കാൻ. സംവിധായകനാണ് ഫസ്റ്റ് തന്നെ. 2026 തുടങ്ങി ഗംഭീരമായിട്ട് നല്ല ഫീൽ ഗുഡ് മൂഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ തിയേറ്ററിലും പ്രവേശിച്ചാലും ഒരുപോലെ പ്രകമ്പനം കുളിക്കാൻ പ്രകമ്പനം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആക്ച്വലി. അപ്പം ഞങ്ങൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ബോയ്സ് ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ നമുക്ക് ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ജോണർ ചെയ്യാം, അല്ലെങ്കിൽ നദികൾ സുന്ദരി യമുന ഒരു നാടൻ വൈബിലുള്ള ചിത്രം എടുത്തിട്ട് ഇങ്ങനൊരു മോഡിലേക്ക് പോകാം എന്നുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അല്ല, അത് കഴിഞ്ഞതിന് ശേഷം നദികളി സുന്ദരി യമുന കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വേറൊരു സബ്ജക്റ്റാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു അത്. അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും ബാക്കി പരിപാടിയൊക്കെ ബാംഗ്ലൂർ വെച്ചാണ് നടന്നുകൊണ്ട്. അപ്പോൾ അവിടെ വെച്ചാണ് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രീഹരിനെ ഇൻവൈറ്റ് ചെയ്തത് ഈ പടത്തിലോട്ട്. അപ്പോൾ അത് ഏകദേശം എഴുതി കഴിഞ്ഞു. അതിൻ്റെ ബഡ്ജറ്റ് വൈസ് കുറച്ച് കൂടുതലാണ്. പിന്നെ അത് വളരെ അതിൻ്റെ നീക്കുപോക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇനി അത് നീണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഓരോ വർഷം ഇങ്ങനെ കടന്നു പോകും, അതിൻ്റെ ഇടയിൽ ഒരു പടം ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഇങ്ങനെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് ഓൾറെഡി ഇതിൻ്റെ ഒരു ത്രെഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് പല സമയങ്ങളിലായിട്ട് ഞാനത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നിങ്ങൾക്കറിയാം, സർവമായ എന്ന് പറഞ്ഞ പടത്തിൻ്റെ എഡിറ്റർ രതിൻ രാധാകൃഷ്ണൻ. രതിനോടാണ് ഞാൻ ഈ കഥ എപ്പോഴും ഡിസ്കസ് ചെയ്യാം. രതിൻ പല അഭിപ്രായങ്ങൾ പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ശങ്കർ ശർമ്മ, ഇവരോടാണ് ഞാൻ എപ്പോഴും ഇതിൻ്റെ ഈ കഥ പറയാം. ആ കഥയിൽ എനിക്കൊരു വിശ്വാസം വന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള ശ്രീഹരി ബ്രോയോട് ഞാൻ ഈ സബ്ജക്റ്റിനെ പറ്റി പറയും. പിന്നെ നമ്മളത് അതങ്ങ് ചെയ്തു. പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് ഓണാമെന്ന് ഞങ്ങൾ പ്രതീക്ഷയല്ല. ശ്രീഹരി ബ്രോക്ക് ഞാനൊരു ഉറപ്പ് കൊടുത്തു, എന്തായാലും ഈ പടം നമ്മളൊരു 6 മാസങ്ങളിൽ അല്ലേ എഴുതി കഴിഞ്ഞാൽ ഒരു 6 മാസം 5 മാസം ഈ പടം നമ്മൾ ഓണാക്കുന്നു പറഞ്ഞു. അത് ഏറെക്കുറെ ദൈവാനുഗ്രഹം കൊണ്ട് ദൈവത്തിൻ്റെ രൂപത്തിൽ ശ്രീതേട്ടനും അതുപോലെ സുധീഷേട്ടനും കത്തിസാരൊക്കെ വന്നുകൊണ്ട് അത് നടന്നു ഭംഗിയായി തന്നെ. ഞാൻ ഇവർ എഴുതിക്കൊണ്ട് പറയല്ല, പ്രൊഡക്ഷൻ തന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഈ പടത്തിന്റെ വിജയം എന്ന് പറയാം. കാരണം പ്രൊഡക്ഷൻ അത്രത്തോളം നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിനും നോ എന്ന് പറയാറില്ല. അത് ഓക്കെ ആണെങ്കിൽ ചെയ്തോന്ന് മാത്രമേ പറയൂ. ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ വരുമ്പോഴേ നമുക്ക് നല്ല ഔട്ട് കിട്ടുള്ളൂ. അത് ഒരു ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഒരു വല്ല മഹാഭാഗ്യമാണ്. ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, പോയതെന്നല്ല, അടുത്ത പടം തരാൻ വേണ്ടി പറയുന്നതല്ല. ശ്രീതേട്ടനാണെങ്കിലും സുധീഷേട്ടനാണെങ്കിലും കട്ടൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഈ സമയം വരെ. നമ്മൾ തളർന്ന് പോകുന്ന സമയത്ത് പോലെ തോളത്ത് കൈതട്ടി അതെന്നെ ശരിയാവുന്നവരെ തട്ടി സമാധാനിപ്പിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാവുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കണ്ടിരിക്കുന്ന ഈ നവരസ ഫിലിംസ്. അതുകൊണ്ട് ഇതിന്റെ എല്ലാ ക്രെഡിറ്റ്സും ഞാൻ അവർക്ക് തന്നെയാണ് കൊടുക്കുന്നുള്ളത്. നമസ്കാരം. നമസ്കാരം. അപ്പം എല്ലാവരും പറഞ്ഞ് ചോദിക്കുന്നത് സ്ഥിരം ചോദ്യമായിരിക്കും, പണിക്ക് ശേഷം വരുന്ന സിനിമകളെല്ലാം അതേപോലത്തെ ഒരു ജോണറാണോ അല്ല അതേപോലത്തെ ജോണർ ചെയ്യാനാണോ ഇഷ്ടം? അപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടായിരുന്നു, എനിക്ക് കോമഡി പടങ്ങൾ ചെയ്യാനാണ് ഇച്ചിരി താല്പര്യം, അല്ലെങ്കിൽ പണി കഴിഞ്ഞ ശേഷം ഒരേ ടൈപ്പ് കഥാപാത്രങ്ങൾ വന്നതിന് ശേഷം അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു കഥാപാത്രമാണ് പ്രകമ്പനത്തിലേത് എന്ന് പറയുന്നത്. അപ്പം ട്രെയിലർ കണ്ടപ്പോഴും ഞങ്ങൾക്ക് തോന്നി പക്ക ഒരു കിളി പോയ ഒരു കഥാപാത്രം, ശരിക്കും എൻജോയ് ചെയ്ത് ആർട്ട് എന്താ പറയുക ഒന്നും നോക്കേണ്ട ഒരു ബൗണ്ടറീസ് ഇല്ലാത്തൊരു കഥാപാത്രമായിട്ട് ഫീൽ ചെയ്തു. ഇതിനു വേണ്ടി ഇതേപോലൊരു കഥാപാത്രം കിട്ടാനാണോ വെയിറ്റ് ചെയ്തത്? ഉറപ്പായിട്ടും. കാരണം പണി നമുക്കൊരു ലൈഫ് തന്നു, ഒരു വലിയൊരു വഴി തുറന്നു തന്നു. പക്ഷെ അതിനുശേഷം കുറച്ച് സ്ക്രിപ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വിജയശേഖരനും ശ്രീഹരിയും വന്ന് കഥ പറഞ്ഞപ്പോൾ അപ്പം ഈ കഥ തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ ഒരു നട്ടല്. അപ്പം ഞാൻ ഉറപ്പിച്ചു
അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഒരു പരിപാടി പിടിക്കണം, നല്ലൊരു കഥ ദൈവം കൊണ്ട് തന്നു, ഇനി അത് നിങ്ങൾ കണ്ട് അത് ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പുണ്ട്. ഞാനിവർ അമീൻ്റെ അടുത്ത് പറയുന്നോടാ, ഈ സിനിമ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇത് ഞാൻ വിചാരിച്ചില്ല വല്ല പോയി എൻ്റെ സിനിമയുടെ ജഡ്ജ്മെൻറ്റ് തെറ്റിപ്പോവും. അതങ്ങനെ പറയാനുള്ള കാരണം അത്രയും വിശ്വാസമുള്ള കാരണമാണ്. അത് നിങ്ങളോടും കണ്ടിട്ടാണ് തീരുമാനിക്കേണ്ടത്. വലിയൊരു പ്രതീക്ഷയുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോൾ ആ പ്രതീക്ഷത്തിൽ കുറച്ചിട്ടാണ് പറയുന്നത്, പക്ഷേ പ്രതീക്ഷ ഭയങ്കര വലുതാണ് മനസ്സിൽ. ആ പ്രതീക്ഷ തെറ്റാതെ തിയേറ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നു ഭയങ്കരമായിട്ട് വിചാരിക്കുന്നു. താങ്ക് യു. ഒരു കാര്യം കൂടി പറയണം. കഥ പോയി പറഞ്ഞു, എപ്പോഴാണ് ഓക്കെ പറഞ്ഞതെന്നുള്ളത്. അല്ല, എൻ്റെ അടുത്ത് ഫസ്റ്റ് ഈ കഥ ഒന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഓക്കെ പറഞ്ഞില്ല, അതിന് വേറൊരു റീസൺ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാളിന് ശേഷമാണ് എന്തായി വിജയശേട്ടാ പടം ഓണായോ ഇല്ല, നീ കൂടി വന്നാൽ അത് ഓണാവും. അപ്പം ശരി പിന്നെ ഓണായി, അത്രയേ ഉള്ളൂ. ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല. നീ ഒന്ന് പോയി ഇല്ല അങ്ങനെ പറയുമ്പോഴത്തേക്ക് വേറെ ഈ ഫാമിലി ഓഡിയൻസ് ഒക്കെ വിചാരിക്കുന്നത് അങ്ങനത്തുള്ളൊരു പടമാണ്. ഒരിക്കലും അങ്ങനത്തുള്ളൊരു പടം ഏതാ പടം ഒരിക്കലല്ല. അതാ ജസ്റ്റ് ആ ഒരു കോമഡിക്ക് വേണ്ടിയിട്ടൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ഒരിക്കലും അങ്ങനത്തുള്ളൊരു പടമേ ഇല്ല. ഇതിൽ എങ്ങനെ പറയുമ്പോഴത്തേക്ക് ചില ഫാമിലീസ് ഒക്കെ വിചാരിക്കും നല്ലൊരു കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിച്ചിട്ടേ ഇത് ചിരിക്കുക. അതുകൊണ്ടൊരു ബന്ധമില്ല ഈ പടത്തിന്. ഇല്ല, ഒരിക്കലും ഇല്ല. അത് നമ്മൾ ട്രയലർ കണ്ട് ട്രീസ് കണ്ട് നമ്മൾ അതിന് ജഡ്ജ്മെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ പലതും തോന്നുക. ഇപ്പൊ ഗേ എന്നുള്ള ചോദ്യം വന്നു, ഇങ്ങനെ വരും. ഞാനതാ പറഞ്ഞു, നമ്മൾ ഒരു പടത്തിനെ മറ്റുള്ള പടമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ ആ ട്രailer കണ്ടുകൊണ്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ട. നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാവും. അത് ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്ന കാര്യമാണ്. അടികപ്പേരെ കൂട്ടമണി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ രോമാഞ്ചത്തിന്റെ വരുന്നുണ്ട്. നല്ല സിനിമകളാണ് ഇതൊക്കെ, വരട്ടെ. അങ്ങനെ വരുന്നതിന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് ഇത് പോകുന്നുള്ളത്. അത് നിങ്ങൾക്ക് 2 ദിവസം വെയിറ്റ് ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെല്ലാം ഉത്തരം നിങ്ങൾക്ക് അവിടെ കിട്ടിയത്. അത് നിങ്ങളാണ് വിലയിരുത്തുന്നത്, പ്രേക്ഷകരായാലും നിങ്ങളാണ് അത് വിലയിരുത്തുന്നത്. രോമാഞ്ചത്തിന്റെ മുകളിലാണോ താഴെയാണെന്നുള്ളത്. ഞാൻ ഇതിന്റെ ആസ് എ ഡയറക്ടർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ സിനിമ ഞാൻ എപ്പോഴും ഹൈ ആയിട്ടേ പറയുള്ളൂ. എന്നാലും ഞാൻ എൻ്റെ സിനിമ എപ്പോഴും പറയുന്നത് അതൊക്കെ മുകളിലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഇറങ്ങുന്ന തീയതി അന്ന് തന്നെ ജിത്തു സാറിന്റെ പടം ഇറങ്ങുന്നുണ്ട്. അപ്പൊ നോർമലി എല്ലാവരും ഇതുപോലെ ഒരു വലിയ പടം ഇറങ്ങുമ്പോൾ കൂടെ ഇറക്കാനൊക്കെ ഒന്ന് പേടിക്കുക, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് സേഫ് ആയിട്ട് ഇറക്കാം എന്നില്ല. ഇതിപ്പോ എടുക്കുന്നവർ തന്നെ, കാരണം രണ്ട് ജോണറാണ്, 2 പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടങ്ങളാണ്. അപ്പൊ എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പടം ഇറങ്ങുന്നതിന് കൂടെ ഇറക്കിയേക്കാം എന്നൊരു തോന്നുന്നുണ്ടാക്കാറ്? അത് ബ്രോ ചോദിച്ച ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. 2 ജോണറാണ് പടം ഇറങ്ങുന്നത്, ഈ ആഴ്ച തന്നെ ഇറങ്ങാൻ പോകുന്നത് അല്ലെ. പിന്നെ ഞങ്ങൾക്ക് അറിയാം ഇതൊരു യൂത്ത് വൈബ് പടമാണ്. എന്നാൽ അപ്പോൾ യൂത്ത് വൈബ് മാത്രമല്ല, ഈ പറയുന്ന പോലെ ഫാമിലി ഓഡിയൻസിലേക്ക് അല്ലെ പടത്തിന് തിയേറ്ററിലേക്ക് കയറ്റാൻ പോകുന്ന ഒരു പടം തന്നെയാണ്. പിന്നെ 2 സിനിമകൾ നന്നായി പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഒരു സേഫായിട്ട് പോകും. അതിൽ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. എന്തായാലും അങ്ങനെ ഒരു പടം ഓപ്പോസിറ്റുള്ള നമ്മൾക്ക് നല്ലതാണ്, ബെറ്ററാണ്, ഒരു കുഴപ്പമില്ല, പേടിയില്ല, സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഒരു പടം വേണം ഓപ്പോസിറ്റ്. ഒറ്റയ്ക്കുള്ള നല്ല മനസ്സിന് സന്തോഷം അല്ലെങ്കിൽ ഓക്കെ തോന്നുന്ന സ്ക്രിപ്റ്റുകൾ കിട്ടാത്തതുകൊണ്ടാണ് ഒറ്റയ്ക്കുള്ള പരിപാടി പിടിക്കാത്തത്. നല്ല സ്ക്രിപ്റ്റ് വരികയാണെങ്കിൽ അത് ചെയ്യും. പിന്നെ ഇത് നല്ലൊരു സബ്ജക്റ്റാണ്. പിന്നെ ഒരു ഗ്യാങ് ആകുമ്പോൾ അത് രസമാണ്. നമുക്കൊരു ഗിവ് ആൻഡ് ടേക്കിലൊക്കെ അങ്ങനെ കുറേ പരിപാടികൾ ചെയ്യാൻ പറ്റും. എനിക്ക് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്, പ്രത്യേകിച്ച് കോമഡി. അപ്പം അങ്ങനെ നല്ല സബ്ജക്റ്റ് വന്നിട്ട് ചെയ്തു അത്രേ ഉള്ളൂ. ഈ സിനിമ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട അമീൻ ബ്രോ എന്ന്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഒക്കെ മസിലൊക്കെ പിരിപ്പിച്ചപ്പോൾ പോസ്റ്ററിലായാലും ഇതൊക്കെ ഉണ്ട്. സോ ആ ഒരു വർക്കൗട്ട് എങ്ങനെയുണ്ട് ബാക്കിയുള്ളവരുടെ മുകളിൽ പിടിച്ചിരിക്കാൻ? ആ ഒരു പിക്ക് ഞാനും ഇന്നാണ് ശ്രദ്ധിക്കണത്. അത്ര മസിലുണ്ടോ എന്ന് എനിക്കറിയുള്ളത് ഓക്കെ. അല്ല, കഷ്ടപ്പെട്ടത് എനിക്ക് വലിയ ഈ പറഞ്ഞ ഞാൻ ഈ കണ്ടന്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ കോമഡി ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്ക് ഈ പടത്തിലും എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി. കാരണം ഇതിനകത്ത് കുറേ കോമഡി എലമെന്റ്സ് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിൽ വിജയ് ഈ സീൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് എനിക്ക് സാധാരണ ഗണപതിക്കൊക്കെ അത് ഒരുമിച്ചിരുന്ന് സ്പോട്ട് ഇംപ്രൂവൈസ് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ കയ്യിൽ നിന്നിടാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വിജയ് സമ്മതിച്ചിട്ടുമുണ്ട്.
കുറെ വെട്ടികൾ എന്നാ പിന്നെ പടത്തിൽ ഒന്നും കാണൂല കേട്ടാ. അപ്പോൾ അങ്ങനെ എന്തായാലും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഞാൻ സാറും ഗണപതി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതേ ഇല്ല, വേറെ വേണ്ടാത്ത ക്യാപ്ഷനൊന്നും പിടിച്ച് ഡെപ്റ്റുകളല്ലേ ഗേയാണോ അല്ലെന്നൊന്നും ചോദിച്ചത്. ഞാൻ അങ്ങനത്തെ ഒരു ജേഡറും പടവേ അല്ലെന്നാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞ് നിങ്ങൾ ഇടുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ. ഓക്കെ, കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, അതായത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നിന്ന് ഇപ്പോൾ സിനിമയിലേക്ക് ആ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് ചെറിയൊരു ജോബല്ല. അതിപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യണം, അപ്പോൾ പ്രേക്ഷകരിലേക്ക് എങ്ങനെ എടുക്കും എന്നുള്ളത് നല്ലോണം വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മളൊരു കണ്ടന്റ് വെളിയിൽ കൊണ്ടുവരുന്നത്. അപ്പം പ്രേക്ഷകൻ ചിലപ്പോൾ അത് ജഡ്ജ് അപ്പോൾ കാണുന്നത് ചോദിച്ചു ആ കണ്ടന്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സിനിമ കയറി അങ്ങനെ ഒരു ടോക്ക് അത് ആണ്. ഇപ്പോൾ ഉള്ള സിനിമകളിൽ അങ്ങനെ ഒരു ചർച്ചകൾ വരുന്നുണ്ട്. അപ്പം ഇൻഫ്ലുവൻസേഴ്സിനെ കൂടുതൽ സിനിമയിലേക്ക് ഉപയോഗിക്കുന്ന മാർക്കറ്റിന് വേണ്ടി. അപ്പം താങ്കൾ പറഞ്ഞ പോയിന്റ് വളരെ വാലിഡാണ്. അപ്പം ഇങ്ങനെ പ്രേക്ഷകർ പലപ്പോഴും ഇങ്ങനെ പല ജഡ്ജ്മെന്റിലാവുമ്പോൾ നമ്മുടെ എഫേർട്ടിന്റെ ഒരു മൂല്യം കിട്ടാത്തില്ല, അങ്ങനെ ഒരു തോന്നലുണ്ട്. ഇല്ല, ഈ സിനിമ എന്ന് പറയുന്നതും ഒരു കണ്ടന്റാണ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടന്റ് ഈ പറഞ്ഞ ഞാനായാലും സുബിനായാലും സനീഷനായാലും എല്ലാവരും ഈ കണ്ടന്റ് വീഡിയോസിൽ നിന്ന് എങ്ങനെയും സിനിമയിലോട്ട് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അതായത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സിനിമയിൽ കയറ്റുക, ഇവരുടെ ഫോളോവേഴ്സൊക്കെ പോയി തിയേറ്ററിൽ കാണും, എന്നിട്ട് ഇവർക്ക് ചെറിയ 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 പരിപാടി റോളുകൾ കൊടുക്കും. അപ്പോൾ പക്ഷേ ഈ പടത്തിൽ എന്തായാലും ഞാനത് ഉറപ്പിച്ച് പറയുകയാണ്. ഈ പറഞ്ഞ ഞങ്ങൾ 3 പേര് ഞാൻ നേരത്തെ സനീഷേട്ടൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. സനീഷേട്ടനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളാണ് ഈ പടത്തിൽ കൊടുത്തേക്കണത്. അപ്പോൾ ഞങ്ങൾ 3 പേരെയും ഈ പടത്തിൽ എന്തായാലും റീച്ചിന് വേണ്ടിയിട്ടോ വേറെ ഒന്നിനോ വേണ്ടിയിട്ടോ അല്ല കാസ്റ്റ് ചെയ്തേക്കുന്നത്. കാരണം എനിക്കാണെങ്കിലും ഈ പടത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ തന്നെ ചില സമയത്ത് ഇട്ടിട്ടുണ്ട്. അതായത് വിധീഷേട്ട എന്ത് ധൈര്യത്തിലാണ് ഇത്രയും വലിയ റോളൊക്കെ വെച്ചെൻ്റെ തലയിൽ തന്നേന്നുള്ളത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും തിയേറ്ററിൽ വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും മച്ചാൻ വരിക ആക്ട് ചെയ്യാൻ പോവുക എന്നുള്ളത്. പിന്നെ ഓൾറെഡി പയ്യന്നൂരുകാരനാണ്. അപ്പോൾ ഈ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന ഒരു കണ്ണൂരുകാരൻ്റെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആദ്യം തന്നെ അത് ഈ കഥ എഴുതുന്നത് തൊട്ട് നമ്മൾ ഒരു കണ്ണൂരിലെ ആക്ടേഴ്സിൻ്റെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ആ ലെത്തിൽ നോക്കുമ്പോൾ ഗണപതിയാണ് കണ്ണൂരിലെ ആക്ടർ. അവൻ കൃത്യമായിട്ടാണ് നമ്മുടെ സ്ലാങ് കൃത്യമായിട്ട് പഠിച്ചിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സാഗറിൻ്റെ ക്യാരക്ടറിൻ്റെ പകരം ഞങ്ങൾ വേറെയും ഒരുപാട് ആക്ടേഴ്സിന് പ്രൊഡക്ഷൻ സൈഡിൽ നമ്മൾ വേറെ കുറേ ആക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നു. പിന്നെ ഇവർക്ക് ഓക്കെ പറയാം, എനിക്ക് സബ്ജക്റ്റ് ഇഷ്ടമായി പറയാം എന്ന് പറയുന്നു. പിന്നീട് ആരും പിന്മാറുന്നു. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നു, പിന്നെ എല്ലാവരും പിന്മാറും. അപ്പം നമുക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് സാഗറും അങ്ങനെ തന്നെയാണ്. സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു, ചേട്ടാ പറയാമെന്ന് പറയുന്നു, മാറുന്നു. 1 മാസം കഴിഞ്ഞിട്ടാണ് സാഗർ വേഗത്ത് കയറുന്നത്. പിന്നീട് ഈ പടത്തിന്റെ ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ സാഗർ ചെയ്തിട്ടുള്ള ആ ക്യാരക്ടർ അത് ഫുൾ അപ്പ് ചെയ്യണം കുറച്ച് പണിയുണ്ട്. കാരണം അത് ചിലപ്പോൾ കൈമന്ന് പാളി കഴിഞ്ഞാൽ മൊത്തത്തിൽ പണി പാടും. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ. അപ്പം അതുകൊണ്ട് പേടിച്ചിട്ടാണ് മിക്ക ആക്ടേഴ്സും അത് വിട്ടിട്ടുണ്ടായിരുന്നത്. ഒരു തരത്തിലത് ഞങ്ങൾ ചിന്തിച്ചു, ഇത് എന്താ പിന്നെ ഒരു കാര്യം ചെയ്യാം, അത് ഗണപതിനെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ ഇവിടെ റിവീൽ ചെയ്യുന്നത് ഇതൊരു സമയം ഗണപതിയിൽ പറഞ്ഞില്ല. ഗണപതിനെ നമ്മൾ ആ ക്യാരക്ടേഴ്സിലേക്ക് കൊണ്ടുവരും. പകരം ഗണപതിക്ക് പകരം വേറെ ഒരു പുതിയ ആളെ നോക്കാം എന്ന് നിൽക്കുന്ന സമയത്താണ് സാഗറിന്റെ കോള് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്ത അതേ രീതിക്ക് തന്നെ പിന്നെ പരിപാടി പോയി. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പേടിക്കേണ്ട, പണി എന്താണോ ചെയ്തു വെച്ചിട്ടുള്ളത് അതൊക്കെ മേലൊരു പണി ഇതിനകത്ത് എന്തായാലും ഉണ്ടാവും. യെസ് യെസ് ചോദ്യം മനസ്സിലായി. പക്ഷെ അത് ഇപ്പം ഇവിടെ എങ്ങനെ അത് പ്രസന്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം നവാസ്ക മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾക്കൊരു 6-7 മണിയോട് കൂടി ഞങ്ങൾക്ക് അന്ന് ഷൂട്ട് കഴിഞ്ഞിരുന്നു. ഞാനെന്നും റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇത് പറയാൻ നിന്നാൽ കുറച്ച് പറയാനുണ്ട്. അത്രത്തോളം നീണ്ടു പോകണ്ട, അല്ല എന്തെങ്കിലും നമുക്കത് ഒഴിവാക്കാം, ടോപ്പിക് ഒഴിവാക്കാം. അതല്ലെങ്കിൽ പറയാം, കുഴപ്പമില്ലല്ലോ, പറയാല്ലേ? ഓക്കെ. ഒരു 7 മണിയോട് കൂടിയിട്ടാണ് ഞാൻ അന്ന് ഷൂട്ട് കഴിഞ്ഞു. നേരെ ഞങ്ങളെല്ലാവരും അവരവിടെ റൂമിലോട്ട് പോയി. അപ്പം തലേ ദിവസം വന്ന് നാളെ ഷൂട്ട് ചെയ്യേണ്ട സ്ക്രിപ്റ്റിംഗ് എന്തായാലും നമ്മൾ വന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യും. ഇത് ഒരു പരിപാടിയുണ്ട്. അന്ന് സാഗറും
ഞാനും ഞങ്ങളൊക്കെ ഹോട്ടലിൽ താഴെ വെച്ചിട്ട് ഏകദേശം ഒരു 12 മണി രാത്രി വരെ സംസാരിച്ചു. നേരത്തെ ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് പലയിടത്തും പോയി പല ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചു വരുമ്പോൾ താഴെ മീറ്റ് ചെയ്തു, സംസാരിച്ച് റൂമിലോട്ട് പിരിഞ്ഞു പോയി. ഞാൻ ഈ സ്ക്രിപ്റ്റ് അന്ന് ഒന്നും ചെയ്തില്ല, അന്ന് അവിടെ വെച്ചു പോയി കിടന്നു. പക്ഷെ ഒരു 2 മണി ഉറക്കം വരുന്നില്ല, ഒരു 1:30 എഴുന്നേറ്റ് വീണ്ടും സ്ക്രിപ്റ്റിലിരിക്കുമ്പോൾ നമ്മൾ നവാസ് ഖാന്റെ പോർഷൻ നമ്മൾ ചെയ്ത് തീർത്ത് 3 ദിവസം ആ വീട്ടിൽ ഷൂട്ട് ചെയ്യാനുണ്ട് നവാസ് ഖാന്റെ. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നി അതിന് 3 ദിവസം അവിടെ ഒരു ലാഗ് അടിക്കുന്ന ഒരു ഫീല് തോന്നി. എന്തെങ്കിലും ഇതിനകത്തൊരു ചേഞ്ച് വേണമെന്നില്ല. രാത്രി തന്നെ ഇരുന്ന് ഏകദേശം ഒരു വെളുപ്പിന് 4 മണി 4:30 വരെ ഇരുന്ന് ആ സ്ക്രിപ്റ്റിൽ ഒരു ചേഞ്ച് വരുത്തി 4 ദിവസം ഷൂട്ട് ചെയ്യേണ്ട പോർഷൻ ഒറ്റ ദിവസത്തേക്ക് മാറ്റി. പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ശ്രീധേട്ടനെ വിളിച്ചു, ഈ ചേഞ്ചസ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സ്ക്രിപ്റ്റിൽ ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത്. ശ്രീധേട്ടൻ അത് ആദ്യം അത് വേണോ, അങ്ങനെ നമുക്ക് പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അത് കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ ചെയ്തു കൊടുത്തു. എഡിറ്ററുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ശ്രീധേട്ടൻ സുധീഷേട്ടൻ ആദ്യം പറഞ്ഞു അത് നല്ലതാണ്, എന്നാൽ പിന്നെ നോക്കിക്കോ. പിന്നീട് ശ്രീധേട്ടൻ പറഞ്ഞു അത് ഓക്കെ ബെറ്റർ ആണ്, നമുക്ക് അങ്ങനെ നോക്കാം. അന്ന് നമ്മൾ വന്ന് എൻ്റെ മൊത്തം നമ്മുടെ ടീമിനെ മൊത്തം വിളിച്ചു, റൈറ്റർ ശ്രീഹരിനെ വിളിച്ചു. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇത് നമുക്ക് ഈ 3 ദിവസം ചെയ്യേണ്ടത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ചെയ്തു തീർക്കുകയാണ് പരിപാടി എന്ന് പറഞ്ഞു. ആക്ടേഴ്സിന്റെ കയ്യിലും ഞാൻ സ്ക്രിപ്റ്റ് തലേദിവസം എല്ലാവരും കൊടുക്കായിരുന്നു. ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ ഇന്നും കൊണ്ട് തീർക്കുകയാണ് ഈ പരിപാടിയുടെ എന്നിട്ട്. അങ്ങനെ 3 ദിവസം പ്ലാൻ ചെയ്ത് ഷൂട്ട് ഞങ്ങൾ അന്ന് ഒറ്റ ദിവസം കൊണ്ട് തീർത്ത് 6 മണിയാകുമ്പോൾ നമ്മൾ അന്ന് ഇവരുടെ പോർഷൻ മൊത്തം കഴിഞ്ഞു. നവാസ് ഖാന്റെ ആണെങ്കിലും ഗണപതി ഇവരൊക്കെ പോർഷൻ കഴിഞ്ഞു. കുഞ്ഞികൃഷ്ണ മാഷ മാത്രം ചെറിയൊരു പോർഷൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് ഏകദേശം ഒരു 8 മണി വരെ പോയിരുന്നു. ആ സെറ്റിൽ വെച്ചിട്ട് 6 മണിക്ക് നവാസ് ഖാൻ നമ്മുടെ സെറ്റിൽ നിന്ന് പോയി 6:30 കൂടിയിട്ടാണ് തോന്നുന്നു ഇത് സംഭവിച്ചിട്ടുള്ളത്. അതൊരു വൻ ഷോക്ക് തന്നെയായിരുന്നു. അതിനിപ്പം നവാസ് ഖാൻ ഈ സ്ക്രിപ്റ്റ് തിരുത്തി ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും ചിലപ്പോൾ റീഷൂട്ട് ചെയ്യേണ്ടി വന്നേനെ. അതെന്തോ എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. എന്തോ നിമിത്തമായിട്ട് ഞാൻ കരുതുന്നത് ചിലപ്പോൾ എന്തെങ്കിലും അതിനകത്തുണ്ട്. പിന്നെ പുള്ളിനെ വെച്ച് ചെയ്യേണ്ട പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീൻ ഈ പടത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ്. കാരണം ആ സീൻ പുള്ളി വീട്ടിൽ പോയിട്ട് പുള്ളിയുടെ വൈഫിനോടും മക്കളോടും പറഞ്ഞിരുന്ന് ചിരിക്കായിരുന്നു എന്ന് പറയുന്നത്. കാരണം കുട്ടികൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നവാസ് ഖാന്റെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, വിജയ് ചേട്ടാ ഉപ്പ ആക്ട് ചെയ്ത എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ ശ്രീധേട്ടൻ ഇങ്ങനെ വിളിച്ചു, ശ്രീധേട്ടാ ഇങ്ങനെ കുട്ടികളെല്ലാം ചോദിക്കുന്നുണ്ട്, നമുക്ക് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. ശ്രീധേട്ടൻ പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും കാണിക്കുന്നുള്ളൂ. ഞാൻ കുട്ടികളെ കൊണ്ടുപോയി മക്കളോട് ചോദിച്ചു ഉപ്പാൻ്റെ ഏത് സീനാണ് കാണേണ്ടത്. അപ്പം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട് വിജയ് ചേട്ടാ, ആ സീനൊന്ന് കാണിക്കാൻ പറ്റുമോ? നിർവാചകം നമുക്കത് എടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ആ സീൻ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ പോലും കുട്ടികൾക്ക് വേറൊരു സീൻ പറഞ്ഞ് ആ സീൻ കാണിച്ചു കൊടുത്തു. അവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഇതാണ് നമ്മൾ സംഭവിച്ചത്. ഇതൊക്കെയാണ് നമ്മുടെ സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര തൃപ്തികരമായിരുന്നു ഈ ക്യാരക്ടർ. അത് ഒരുപാട് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ തന്നെയാണ് പറയാനുള്ളത്. അതായത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് പേരെടുത്ത് നന്ദിയും പറയാനുണ്ട് ഇങ്ങനത്തുള്ള രീതിയിൽ കാസ്റ്റ് ചെയ്തതിൽ. എന്തായാലും എനിക്ക് തൃപ്തികരമാണ്, വിജയ് ചേട്ടനും തൃപ്തികരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ട പ്രൊഡ്യൂസേഴ്സും എല്ലാവരും പറഞ്ഞു തൃപ്തികരമാണെന്ന്. ഞാൻ എപ്പോഴും ചോദിക്കും, ഞാൻ അഭിയെടുത്ത് ഇങ്ങോട്ട് കയറി വരാൻ നേരത്തെ ചോദിച്ചപ്പോൾ ഇന്നലെ പ്രിവ്യൂ എന്തോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓക്കെ അല്ലേ, ക്ലൈമാക്സ് ഓക്കെ അല്ലേ, പരിപാടി പോയി ടെൻഷനുണ്ട്, എന്നാലും തൃപ്തികരമാണ്. ഇപ്പോൾ ഒരു കേളിന്റെ ബോയ്സ് ഗാങ് എന്ന് പറയുന്ന ഒരു വേറൊരു ലെവലാണ്. ഒരു മെക്രാണി എന്നൊക്കെ പറയുന്ന ഒരു വേറെ മോഡാണ്. അപ്പോൾ അതൊരു ഭയങ്കര പവർ കിട്ടിയ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ ട്രെയിലർ കാണുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു ഇത് കാണുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയുണ്ടായിരുന്നു? ഈ ഗ്യാങ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, സൂപ്പറായിരുന്നു. ആക്ച്വലി ഏറ്റവും കൂടുതൽ ഈ സെറ്റ് ഫണ്ണാക്കിയതും ഇവർ 3 പേര് തന്നെയാണ്. ഞാൻ ഈ കഥ കേൾക്കുന്ന സമയത്താണെങ്കിലും ഈ സ്ക്രിപ്റ്റിൽ ഇവർ 3 പേരായിരുന്നു ഈ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പം ഈ 3 പേരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക അതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഭയങ്കര ഫൺ ആയിട്ടുള്ളൊരു സെറ്റാണ്. ഇപ്പം ഈ കാണുന്ന അല്ലെങ്കിൽ ഇത്രയും ബസ്സിൽ പിടിച്ചിരിക്കുന്നത് പോലെ അല്ലായിരുന്നു. നമ്മൾ ഭയങ്കര കമ്പനി ആയിട്ട് ഭയങ്കര ഒരു ക്യാമ്പസ് ലൈഫ് മൂഡ് തന്നെയായിരുന്നു. ബാക്ക് ടു കോളേജ് വൈബായിരുന്നു. സാഗർ ബ്രോ, ഇപ്പം ബേസിക്കലി ഒരു ഹോസ്റ്റൽ ലൈഫ് അല്ലെങ്കിൽ ബോയ്സ് ലൈഫാണല്ലോ എടുത്ത് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഇപ്പോഴും സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് നമ്മുടെ ഹോസ്റ്റലിൽ നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യണം അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? ഞാൻ പഠിച്ച എഞ്ചിനീയറിംഗ് ഹോസ്റ്റലൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വലിയ അലമ്പൊന്നും കാണിക്കാൻ പറ്റില്ല. അലമ്പുകളൊക്കെ ഈ സീനിലുണ്ട്. അപ്പോൾ ഞാനിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിടാം. കാരണം നമുക്ക് എല്ലാ സിനിമകളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതെല്ലാം കൂടി സിങ്കായിട്ട് വരണം. ആർട്ടിസ്റ്റുകളാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഇതിലെല്ലാതും ദൈവം സഹായിച്ചെല്ലാം നന്നായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പാക്റ്റ്
നിങ്ങൾക്കും എല്ലാവർക്കും കിട്ടുന്നതാണ് നമ്മുടെ ടീമിൻ്റെ എല്ലാവരുടെയും വിശ്വാസം. സാഗരേട്ടാ, ഇതിലിപ്പോ അമീൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സിനിമയില് ധ്യാൻ ചേട്ടൻ തക്കുകൾ കൊണ്ട് തക്ക് രാജാവായ ധ്യാൻ ചേട്ടനെ വരെ ഒന്ന് വാടപ്പിച്ച ടീമാണ്. അതുകൊണ്ട് അവൊന്നും സംസാരിക്കുന്നില്ല, അതുകൊണ്ട് കുറവാണ്. അല്ല, അത് പറയുമ്പോൾ തന്നെ ഞാൻ വേറെ കാര്യം പറയാം. എനിക്ക് അന്ന് ഇൻ്റർവ്യൂസിൽ ഞാനും ധ്യാൻ ചേട്ടനും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തക്കടിക്കുമ്പോൾ ഞങ്ങൾ ഇത് കണക്ക് ലൊക്കേഷനിലും അതിൻ്റെ അപ്പുറമായിരുന്നു. അപ്പോൾ അതാണ് അന്ന് ആ ഇൻ്റർവ്യൂവിൽ കണ്ടത്. പക്ഷേ ഈ കാണുന്ന ആൾക്കാർ നോക്കുമ്പോൾ പുതുതായിട്ട് വന്നൊരു പയ്യൻ ഒരു സീനിയർ ആക്ടറിനെ ഇട്ട് അങ്ങോട്ട് കളിയാക്കുക, എന്താ പറയുന്ന ബഹുമാനമില്ല, ഇതൊക്കെയാണ് അന്ന് വന്ന കമന്റുകൾ. അപ്പൊ അതിനുശേഷം ഞാൻ സാഗറിന്റെ സീനിയർ സീനിയർ ആക്ടറെ ഒക്കെ ഇടയ്ക്ക് ഇന്റർവ്യൂലൊക്കെ വരുമ്പോ ഞാൻ ഭയങ്കര അച്ചടക്കത്തോടെ ഒതുക്കത്തോടെ ആയിരിക്കുന്നു അല്ലേ. പക്ഷെ വേറെ കാര്യം പറയുകയാണെങ്കിൽ സെറ്റില് ഈ പറഞ്ഞ പോലെ ഈ 3 കോംബോ വരുമ്പോഴത്തേക്ക് ഭയങ്കര സിങ്കായാൽ മാത്രമേ അത് കോമഡീസ് വർക്ക് ആവത്തുള്ളൂ. അപ്പൊ ഈ ക്യാരവണിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ 3 പേരും എപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ഇരിക്കാറ്. ഈ പറഞ്ഞ പോലെ ജൂനിയർ എന്തോ സീനിയർ എന്തോ എന്നുള്ള ഇതൊന്നും കാണിക്കാതെ നമ്മുടെ അടുത്ത് ഭയങ്കര കമ്പനിയായിട്ട്. എനിക്ക് ഫസ്റ്റ് ദിവസം തൊട്ട് തന്നെ സെറ്റിൽ മറ്റേ സീനിയർ ജൂനിയർ ആ ഒരു പരിപാടിയെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് വേറെ നന്ദി പറയുന്നത്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, വാഹിദ് ഷിജേട്ടർ എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ട്. സാഗറിൻ്റെയും വാഹിദിൻ്റെയും പേഴ്സണൽ മേക്കപ്പ് മാനാണ്. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ പേഴ്സണൽ മേക്കപ്പ് മാനോ പരിപാടിയൊന്നും ഇല്ല. അപ്പം ഇവരുടെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വന്ന് മേക്കപ്പ് ചെയ്ത് തരിക, എൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പം എല്ലാം കൊണ്ടും സെറ്റിൽ ഭയങ്കര എൻജോയ് ചെയ്ത് പരിപാടി ചെയ്തിട്ട് പോയ സെറ്റാണ്. അത് എന്തായാലും നിങ്ങൾക്ക് സിനിമയിലും കാണാൻ പറ്റും. സാഗരേട്ടാ, ഇപ്പൊ സീനിയോറിറ്റി കൊടുത്ത് ഗണപതി ചേട്ടനായാലും സാഗരേട്ടായാലും സീനിയോറിറ്റി കൊടുത്ത് വെച്ചെങ്കിലും നല്ല പണി കേട്ടോ എനിക്ക് എന്നൊന്ന് സേവ് ചെയ്തപ്പോ നമുക്ക് വെച്ചിട്ടുള്ള അതല്ല, ലാസ്റ്റ് പ്രൊമോഷൻ പ്രകമനത്തിന് പ്രൊമോഷന് വേണ്ടി കുഡോസ് ചെയ്ത റീലിലായാലും 2 പേരെയും ചെറുതായിട്ടൊന്ന് സീനിയോറിറ്റി. അതെ 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 അല്ല, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ അമീൻ ബ്രോ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഓൾറെഡി അറിയാം തഗ്ഗുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫണ്ടായി. അപ്പൊ നിങ്ങൾ സീനിയേഴ്സ് എടുത്ത പ്രിക്കോഷൻ എന്തായിരുന്നു ഈ തഗ് പ്രതിരോധിക്കാൻ? ഗണു, നീ ഉത്തരം പറയുന്നോ ഞാൻ ഉത്തരം പറയുന്നോ? എനിക്കൊന്നും കിട്ടുന്നില്ല. പ്രതിരോധിക്കാനൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയും, വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ഈഗോയോ അങ്ങനെ ഒന്നാമത് അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരേണ്ട ഒരു പരിപാടിയാണ് സിനിമ. അത്രേ പറയാനുള്ളൂ. അത് ഇവൻ അമീനുള്ള കാരണം കറക്റ്റ് അടിപൊളിയായിരുന്നു. കാരണം ഇവര് ആഴ്ചയിൽ ജനങ്ങളുടെ പൾസ് നോക്കി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇവരുടെ കൂടെ ഞാനിവരും പല തമാശയും സെറ്റിൽ നിൽക്കണില്ല, നമുക്ക് ഇവരുടെ കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റണമല്ലോ, ഒരു സിങ്ക് ഉണ്ടാക്കണമല്ലോ. ഇപ്പോൾ നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് അമീനുള്ളത് ഭയങ്കര രസമായിരുന്നു. അവന് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്തൊക്കെ നടക്കുന്നത്, എന്തൊക്കെ ഹ്യൂമറാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതെനിക്ക് മുന്നത്തെ സിനിമകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ടീമിൻ്റെ കൂടെ എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ. എൻ്റെ കൂടെ അമീനുടെ കൂടെയാണെങ്കിലും സുബിനണ്ണനും സനീഷേട്ടനും എല്ലാവരും ചെയ്താണ് വിട്ടുപോയി. അല്ല, ഇപ്പം നല്ല ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും ഇപ്പം തുടങ്ങിയിട്ടൊരു 3 കൊല്ലമായി. ഇപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുക. ഈ പറഞ്ഞ പണ്ട് ഞാനും ഓഡീഷൻ പരിപാടിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതായിരിക്കും സിനിമയിലേക്ക് എത്താനുള്ളൊരു പെട്ടെന്നുള്ളൊരു മീഡിയം ഇത് തന്നെ ആയിരിക്കും. കാരണം എല്ലാവരും ഈ സിനിമയിലുള്ള ഇൻഡസ്ട്രിയിലുള്ള മിക്കവരും റീലുകൾ കാണുന്നുണ്ട്. അപ്പം നല്ല നല്ല കണ്ടന്റ് വീഡിയോസ് ഇടുക. അപ്പോൾ കണ്ടന്റ് വീഡിയോസ് ഇടുകയാണെങ്കിൽ എന്തായാലും അവരിലേക്ക് എത്തും. അങ്ങനെ തന്നെയാണ് ഞാനും എൻ്റെ കൂടെയുള്ളവരായാലും പറഞ്ഞ ഹാഷറായാലും സുബിനായാലും എല്ലാവരും സിനിമയിലേക്ക് എത്തണം. പണ്ട് മിമിക്രി എങ്കിൽ നാടകമൊക്കെ ആണെങ്കിൽ ഇപ്പം ഇതാണ് സിനിമയിലേക്ക് എത്താനുള്ളൊരു എളുപ്പം മാർഗം. നല്ല പരിപാടികൾ ഇട്ടാൽ എന്തായാലും വിളിക്കും. ഇല്ല, ഒരിക്കലും. ഞാനത് എടുക്കുന്നതിനൊരു 10 മിനിറ്റ് മുമ്പാണ് ഞാൻ നിഹാലും കൂടെ ആ കണ്ടന്റ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ആദ്യം നമ്മളൊരു ഹൊറർ പരിപാടിയുടെ ഒരു കണ്ടന്റ് ഒരു സ്ക്രിപ്റ്റാണ് സെറ്റ് ചെയ്തത്. പക്ഷെ അത് എടുത്തു വരുമ്പോൾ എങ്ങനെ ആൾക്കാർക്ക് കണക്റ്റ് ആവും എന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ ഓക്കെ റിയൽ ലൈഫായിട്ട് എന്തെങ്കിലും കണക്ട്. ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത്. പക്ഷെ അതെല്ലാവരും അത്യാവശ്യം ഇപ്പം തന്നെ 10-60 ലക്ഷം ആൾക്കാർ കണ്ടു. ഇവർക്കും ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ഉൾപ്പെടുത്തുന്ന കാര്യം. സാഗറിൻ്റെ ഞാൻ തലേന്ന് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു,
അല്ലെങ്കിൽ ചെറിയൊരു കൊട്ട് ഞാൻ തരുന്നുണ്ട്, ക്ഷമിക്കണം. സാഗറുണ്ട് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, റീച്ച് പോട്ടേതായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരെയും വേദനിപ്പിച്ചിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശേഷം അടുത്ത ചിദംബരമാണ് ഓണായിട്ടുണ്ട്, ബാലൻ. എൻ്റെ നിലവിലുള്ള അപ്ഡേഷൻ എന്താണ്? അതിൻ്റെ ഷൂട്ട് പൂർത്തിയായി. ഒരു ബാലനാണ് നായകൻ. പിന്നെ ഒരുപാട് പുതുമുഖങ്ങളുള്ള സിനിമയാണ്. അതിലെനിക്ക് കാസ്റ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. ഒരു 90 ദിവസത്തെ ഷൂട്ടായിരുന്നു. വയനാട് തിരുനെല്ലി ഭാഗമായിരുന്നു എൻ്റെ മെയിൻ ലൊക്കേഷൻ. ഞാൻ എഡിറ്റ് നടന്നുകൊടുക്കുന്നു. ഈ വർഷം സിനിമ എന്തായാലും ഇറങ്ങുന്നതാണ്. മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു വലിയ പടമായിട്ടാണോ വരുന്നത്? അതിപ്പം ജാനവൻ പോലൊരു സിനിമയായിരുന്നില്ല മഞ്ഞുമൽ ബോയ്സ്. അതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് പോലൊരു സിനിമയല്ല ബാലൻ. കുറെ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ടോവിനോ അതിൽ ക്യാമിയോ റോൾ വരുന്നുണ്ട് എന്ന്. നിലവിൽ എന്താ പറയാൻ പറ്റും? റൂമേഴ്സ് നല്ലതല്ലേ, അതൊക്കെ എങ്ങനെ വരട്ടെ. അതൊക്കെ സസ്പെൻസ് ആകുമ്പോഴല്ലേ എൻ്റെ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സിനിമയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. വീട്ടിൽ ഒരു 100-200 കോടി ഹിറ്റ് അടിക്കാനുള്ള സാധ്യത? സ്ഥലം കുറവാണ്, ഞാൻ ഒരു പുതിയ വീട് കൂടെ വാങ്ങിക്കുന്നുണ്ട്. ഡയറക്ടറോടാണ് ചോദ്യം. അതായത് പ്രകമ്പനത്തിന്റെ ഫസ്റ്റ് പോസ്റ്റ് അല്ലെങ്കിൽ അതൊരു കൺസെപ്റ്റ് ഒന്നും ഇതായി തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും കമ്പാരിസൺ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടികപ്പിയായാലും അല്ലെങ്കിൽ രോമാഞ്ചമായി, അല്ലെങ്കിൽ ഇപ്പോൾ മഹാരാജ ഹോട്ടൽ എന്ന് പറഞ്ഞ അഖിലനാർഡി ടീം വരുന്ന ഒരു ഹോസ്റ്റൽ മൂവി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കമ്പാരിസൺ വരുമ്പോഴും ഇതിനപ്പുറം റിലീസ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്നത് റിവ്യൂവിങ്ങിനെയാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂവിങ് അല്ലെങ്കിൽ റിവ്യൂ ബോംബിങ്ങിനെ ഭയപ്പെടുന്നുണ്ടോ? സിനിമ നന്നായെങ്കിൽ പിന്നെ ഇതിനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് എൻ്റെ പ്രൊഡക്ഷനും ഇതിൽ ആക്ട് ചെയ്ത എല്ലാവർക്കും എന്തായാലും ആ ഒരു പേടിയില്ല. പിന്നെ പറയുന്നവർ പറയും, അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഓരോരാളുടെ ജോലിയല്ലേ. റിവ്യൂസ് പറയാം, നെഗറ്റീവ് പറയാം, പോസിറ്റീവ് പറയാം. എനിക്ക് തോന്നുന്ന റിവ്യൂസിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂ പറയുമ്പോഴാണ് അവരുടെ വീഡിയോക്ക് കൂടുതൽ റീച്ച് കിട്ടുക. പോസിറ്റീവ് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പം എന്തിനും നമുക്ക് നെഗറ്റീവിനാണ് എപ്പോഴും ആൾക്കാർ അതിനെ ചകയാം. അപ്പം അതിനൊന്നും നമ്മൾ ഉത്തരം കൊടുക്കുന്നില്ല. പടം കണ്ടിട്ട് അത് അവർ തീരുമാനിക്കട്ടെ, അല്ലെ, ഡിസൈഡ് ചെയ്യട്ടെ, നല്ലതാണ് മോശം. എന്തായാലും ഞങ്ങളുടെ ടീമിന് ഞങ്ങൾക്ക് എല്ലാവർക്കും പടം വർക്കായിട്ടുണ്ട്. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ശ്രീധരനാണെങ്കിലും സുധീഷ് ചേട്ടനാണെങ്കിലും ഈ ചേട്ടനാണെങ്കിലും കാർത്തിക് സാറാണ്, കാർത്തിക് സുബ്രാജ് സാറാണ്, അവരൊക്കെ ഹാപ്പിയാണ്. എന്നെ ഒരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിനാണ് ഏറ്റവും വലിയ സന്തോഷം. അനാഷ എങ്ങനെയാണ് സിംഗറാണ്. നമ്മുടെ അത് പ്രൊമോ സോങ് നമ്മൾ പ്ലാൻ ചെയ്തു. അത് അദ്ദേഹം വന്ന് വളരെ വൃത്തിയായിട്ട് നന്നായിട്ട് പാടി. പുള്ളി അതിനകത്ത് ചെറിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല റീച്ചിൽ തന്നെ ഇപ്പം സോങ് പോകുന്നുണ്ട്. ഇത് ഇന്നത്തോടുകൂടി നിർത്തുവാണത്. അതും വലിയ മുന്നറിയിപ്പാണ്. നാളത്തെ ഒരു ദിവസം കൂടെ ഉള്ളൂ, ഒരു പരിപാടി കൂടെ ഉണ്ട്, നാളെ ഒരു കോളേജ്. ഇതോടുകൂടി ഞാൻ നിർത്തി. ഗിരിയാട്ടൻ ആയുസ് ഒരു ദിവസം കൂടെ ഉള്ളൂ, നാളെ. അപ്പൊ അതിനുശേഷം ഇത് ചെയ്യുമ്പോ ഇതിൽ എങ്ങനെയെങ്കിലും എങ്ങനെ ഹിറ്റ് ആവാൻ പറ്റിയ ഡയലോഗ് വല്ലതുണ്ടോ? അങ്ങനത്തെ ഡയലോഗ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഡയലോഗ് ഹിറ്റ് ചെയ്തിട്ട് വേണം ആ ഒരു വർഷം പോവാൻ. അങ്ങനെ ഒരു ഹിറ്റ് അടിക്കണം. അതിനുള്ള കൊട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ കൊടുത്തത്. ഇനി അത് ചെയ്യാതിരിക്കട്ടെ. കേട്ട് നമ്മളും അടുത്ത് ഇത് ഞാൻ പറയുന്നില്ല, പക്ഷേ വെറുതെ പറഞ്ഞ കേട്ടോ, അത്ര വലിയ പടത്തിൽ അത്രക്കുള്ളൊരു ഡയലോഗൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഇത്ര എല്ലാവരും പെട്ടെന്ന് തിരിച്ചറിയണ ഒരു ഡയലോഗ്, കോളേജുകളിൽ പോകുമ്പോൾ പിള്ളേർ ഇത്ര ആവേശത്തോടെ പറയുന്ന ഡയലോഗ്, അത് ഈ ഫോണിൽ വരുമ്പോൾ മാത്രമാണ് ആൾക്കാർ കാണുന്നത് ഈ ഡയലോഗ് മാത്രം പറയണ കട്ട്സുകൾ. പക്ഷെ നമ്മുടെ കോളേജിൽ ചെല്ലുമ്പോൾ പിള്ളേർക്കൊക്കെ ആദ്യം വേണ്ടത് ഗിരിയേട്ടൻ, വിളിക്കണ എന്നെ സാഗരം എന്നല്ല, ഗിരിയേട്ടൻ എന്നാ അവർക്ക് വേണ്ടത് ആ ഡയലോഗാണ്. സോ ആൾക്കാരും പിള്ളേരുടെ ആവേശം കാണുന്നില്ല, ഇപ്പം ഡയലോഗ് പറയുന്നത് മാത്രമേ കാണുന്നുള്ളൂ. എനിക്കൊന്നും ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ വിട്ടുപോകൂല, ഇനിയും പറയേണ്ടി വരും. ഗിരിയേട്ടൻ അല്ലടാ, ഇതൊക്കെ എത്രയോ ആഗ്രഹിച്ച് തന്നെ എല്ലാ ആക്ടേഴ്സും കൊതിക്കുന്നതാണ്. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നതും അതിലുള്ള ഡയലോഗ് ഹിറ്റാവണമെന്ന് പറഞ്ഞ എല്ലാ ഡയലോഗിനും എന്തോ ദൈവം സഹായിച്ചത് ഹിറ്റായി. അതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുള്ളൂ. അതൊക്കെ ഒരു അത്ഭുതമാണ്. ഇതൊക്കെ ആഗ്രഹിച്ച് കഴിഞ്ഞാണ് ഇല്ലടാ,
അങ്ങനത്തെ ഒരു വിഷമോ കാര്യങ്ങളൊന്നും ഇല്ല. എത്രയോ ബോണസ് കിട്ടി. തോന്നേണ്ട കാര്യമില്ല. കാരണം ലാലേട്ടൻ എപ്പോഴും മീശ ഒരിക്കൽ നമുക്ക് കാണാൻ ഇഷ്ടമാണല്ലോ. അതുപോലെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ്. എത്രത്തോളം കാലം പോകുന്നു അതങ്ങനെ പോകും അല്ലേ? പണി കിട്ടിയില്ല. അപ്പൊ അവന്റെ അവസ്ഥ അതാണെങ്കിൽ എന്റെ അവസ്ഥ അവനാ വിഷമം നല്ലോണം അറിയാം. അതാണ് നമ്മ ചാടിക്കറി പറഞ്ഞത്. അപ്പൊ അത് നമ്മളൊരു ഇതായിട്ട് കാണേണ്ട ആവശ്യമില്ല. നമുക്കത് സന്തോഷം. ഞാനത് ഇപ്പൊ എൻ്റെത് എത്ര വർഷമായി? ഒരു ഓൾമോസ്റ്റ് 19-20 വർഷമായി. അപ്പൊ ഞാനതിപ്പം പല സ്ഥലത്ത് ആവശ്യപ്പെടുമ്പോൾ പാടാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വീണ്ടും നമുക്ക് പുതിയ എന്തെങ്കിലും സംസാരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കാവുന്നതാണ്. അപ്പൊ അല്ലാതെ അതിന് നമുക്കൊരു ഹേർട്ട്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ അതിനൊരു പെയിനായിട്ടോ കാണുന്നുണ്ടല്ലോ. അതുള്ളതുകൊണ്ട് അതൊരു റെക്കഗ്നീഷൻ ആണ്. അതെവിടെ പോയാലും ആൾക്കാർ നമ്മളെ ഫസ്റ്റ് ഇങ്ങനെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആ ഒരു പാട്ട് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമ കൊണ്ടാണ്, ആ ഒരു കഥാപാത്രം കൊണ്ടാണ്. അപ്പൊ അതെന്നും നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ കണ്ടാൽ മതി. എനിക്കറിയില്ല അത് അങ്ങനല്ല. ഞാനിപ്പോ ഒരു എന്താ പറയുക, ടെക്നിക്കൽ സൈഡ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന കോർഡിനേറ്റർ ആയിട്ടാണ് ജാനുവിൻ്റെ. അതിനുശേഷം കാസ്റ്റിങ്ങിലും പ്രൊഡക്ഷനിലൊക്കെ വർക്ക് ചെയ്തു. അതുപോലെ അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗണപതി, കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറെ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ താടി ഒഴിച്ച് മീശ മാത്രം ലുക്ക് കണ്ട്, അത് കഴിഞ്ഞ് പെട്ടെന്ന് വന്നപ്പോഴാണ് ഗണ്ണു ഈ ലുക്കിൽ കാണുന്നത്. സോ എന്താണ് ഈ ലുക്കിന് ഇപ്പൊ പെട്ടെന്നൊരു ചേഞ്ച് വന്നത്? ഇത് ഞാന് സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ധൂമകേതു എന്ന് പറഞ്ഞൊരു സിനിമ, സജിൻ ഗോപുവും ഞാനും കൂടെ അഭിനയിക്കുന്നത്. സുധി മാഡിസൺ ഡയറക്ഷൻ, ഹാപ്പി ഹവേഴ്സിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നൊരു സിനിമ. അതിന്റെ ഭാഗമായിട്ടാണ് മീശാറ്റ. അത് ഞാനിങ്ങനെ നമ്മൾ ഓരോ കോലത്തിൽ നിൽക്കണ്ടേ, ഓരോ വേഷങ്ങൾ. അതപ്പോൾ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പരിപാടിയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ മീശ. അത് പണം വരും. ഇവനെ കൊണ്ട് തോറ്റു. അല്ല, നമ്മളെല്ലാം ഏകദേശം ഒരേ വൈബായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അതുമല്ല, എല്ലാവരും ആദ്യമേ അറിയായിരുന്നു. അമീനി ഞാനുമായിട്ടൊക്കെ മുൻപോട്ടേ പരിചയമുണ്ട്. എനിക്ക് ആദ്യമായിട്ട് എറണാകുളത്ത് വരുമ്പോൾ അഭയം തരണ സുബിരന്റെ ഫ്ലാറ്റിലാണ്. അതെ, നമ്മൾ ഒരുമിച്ചൊക്കെ നിന്ന്. അതുകൊണ്ട് എനിക്കങ്ങനെ സത്യം പറയുന്നൊരു നമുക്ക് ഷൂട്ട് നടക്കുന്നത് ഒരു വലിയ സിനിമയാണ്, നാളെ ഇത് വലിയൊരു തിയേറ്ററിൽ എത്തുന്ന സംഭവമാണ്, അങ്ങനത്തെ ഒരു പേടിയോ ഒന്നുമില്ല. പിന്നെ എടുത്തു പറയേണ്ടത്, ഈ സിനിമ ചാർട്ട് ചെയ്തിരിക്കുന്നതൊക്കെ പക്കയായിരുന്നു. നമ്മൾ വന്ന് ലാഗ് അടിച്ചിരിക്കേണ്ടി വന്നിട്ടില്ല. സാധാരണ ഞാൻ 1-2 സിനിമ ചിലതൊക്കെ നമ്മൾ പോയി പോസ്റ്റ് അടിച്ചിരിക്കും. പക്ഷെ ഇത് കറക്റ്റ് ആയിരുന്നു. ചെല്ലുന്നു, ചെയ്യുന്നു, ഒരു പക്ക ഒരു കറക്റ്റ് അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. എങ്ങനെ പോകണം, എങ്ങനെ തീർക്കണം, ഇന്ന് എത്ര എടുക്കണം എന്നൊക്കെ കറക്റ്റുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അവർ വിചാരിച്ചതിനെക്കാട്ടി നേരത്തെ പടം ഷൂട്ട് ചെയ്ത് തീർക്കുകയും ചെയ്തു. പിന്നെ ആ ഒരു ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ലൊക്കേഷനിലെല്ലാം നമ്മുടെ സെയിം വൈബുള്ള കുറേ പയ്യന്മാർ, അറിയാലോ, പയ്യന്മാർ ചേർന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു.